പ്രിയപ്പെട്ട ഷാലോം ടി വി പ്രേക്ഷകരെ, കരുണയുടെ വിശുദ്ധ വർഷം പ്രമാണിച്ച് ഷാലോം ടി വി പ്രക്ഷേപണം ചെയ്യുന്ന എലയോസ് എന്ന പ്രത്യേക പരിപാടിയുടെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങളെവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ് എന്നുള്ള ഒരു വിഷയമാണ്. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും എന്നതാണ്. ദൈവം കരുണാസമ്പന്നനാണ്, നമ്മൾ കരുണ ആവശ്യമുള്ളവരുമാണ് എന്ന സത്യമാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കുവാനും നമ്മളെ പ്രാപ്തരാക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ലാനിയച്ചൻ, തലശ്ശേരി അതിരൂപതയിലെ അംഗമാണ്, ബൈബിൾ പണ്ഡിതനാണ്, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. മിസ്റ്റർ ഡൊമിനിക്, ആലുവ സ്വദേശി, ആശ്വാസ ആലയം എന്ന സ്ഥാപനത്തിൻ്റെ സാരഥി. ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ ശുശ്രൂഷിക്കുക തുടങ്ങിയ പ്രവൃത്തികളിൽ വ്യാപൃതനായിരിക്കുന്നു അദ്ദേഹവും കുടുംബവും. മിസ്റ്റർ വി അഗസ്റ്റിൻ, ഇടുക്കൽ തങ്കച്ചായൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന മന്യവ്യക്തി, KSTയുടെ വൈസ് ചെയർമാനാണ്, ഏകസ്ഥനാണ്, റിട്ടയേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അറിയപ്പെടുന്ന വചന പ്രഘോഷകനാണ്. സിസ്റ്റർ ജസ്ലിൻ റോസ് MSMI, കുളത്തുവായൽ NRC ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ജീസസ് യൂത്തിലൂടെ കിട്ടിയ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സമർപ്പണ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കരുണ അനേകർക്ക് പ്രകടമാകുന്നത് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാവരെയും ഈ ചർച്ചയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ മനുഷ്യന് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുണ്ട്. നമ്മളാലോചിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ആവശ്യമുള്ള മേഖല ഏതാണ്? പലർക്കും അത് വ്യക്തത ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും ഈ കാരുണ്യ വർഷത്തിലാണെങ്കിലും മനുഷ്യൻ്റെ വിചാരം കുറച്ച് ജീവകാരുണ്യ പ്രവർത്തികളിലേക്ക് മാത്രമായിട്ട് ദൈവത്തിൻ്റെ കരുണയെ ഒതുക്കി മനസ്സിലാക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുള്ളൂ. നിത്യരക്ഷ പ്രാപിക്കാനുള്ള വഴിയായിട്ട് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ അന്ത്യവിധിയുടെ ആ കഥ മാത്രമേ മനുഷ്യനെടുക്കുകയുള്ളൂ. ആകെ കൂടി ഈശോ ചോദിക്കുന്ന 6 ചോദ്യമാണ്. എനിക്ക് വിശന്നു, ദാഹിച്ചു, നഗ്നൻ, രോഗി, പരദേശി. അത് മാത്രമാണ്. അത് വേണ്ടാന്നല്ല, തീർച്ചയായും അത് പരമപ്രധാനമായൊരു വശമാണ്. പക്ഷേ അതിനേക്കാളൊക്കെയും വലിയൊരു സത്യമുണ്ട്. അന്ത്യവിധിയുടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്. ആ അന്ത്യവിധിയുമായി ബന്ധപ്പെട്ട 5 ഉപമകൾ പറയുന്നതിൽ ഒരു ഉപമ മാത്രമാണ്. അതിൻ്റെ ഒരു വശം അതിന് പ്രാധാന്യമുണ്ട്, അതിനെ ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരു മേഖല ദൈവത്തിൻ്റെ കരുണയുടേതായിട്ട് നമുക്കുണ്ട്. അത് നാം പാപികളായിരിക്കവേ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളൂ. കാരണം ദൈവത്തിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളോട് ഉപദ്രവിച്ചവനെ ഏറ്റവും നല്ല മനുഷ്യനാണെങ്കിൽ അവനവൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ വിട്ടേക്കും. പക്ഷേ അവൻ്റെ പുറകെ നടന്ന് സ്നേഹിച്ച് അവനെ മാനസാന്തരപ്പെടുത്തി അവൻ ആരാണ് എന്ന സത്യം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ സ്നേഹം, ഇപ്പോൾ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം അത് ഭംഗിയായി അവതരിപ്പിക്കുന്നു. പ്രവാചകനോട് ദൈവം പറയുന്നത് ഒരു മോശപ്പെട്ട സ്ത്രീ, ഒരു വേശ്യാ സ്ത്രീയെ വിവാഹം ചെയ്യും. ആ സ്ത്രീയെ വിവാഹം ചെയ്ത് ഈ ഭർത്താവ് ആത്മാർത്ഥമായ സ്നേഹം കാണിച്ചിട്ടും ഇവൾ വീണ്ടും വീണ്ടും പാപത്തിൻ്റെ വഴിയിലോട്ട് പോകും. അവൾ ഓരോ സ്ഥലത്ത് പോയി ഓരോ കുഞ്ഞിനെ സമ്പാദിച്ചു വരും. അതിനിടുന്ന പേര് തന്നെ വളരെ വിചിത്രമാണ്. ലോ അമ്മി, ഇതെൻ്റെ കൊച്ചല്ല എന്നൊക്കെയാണ് അതിനെ ഹീബ്രുവിൽ പറഞ്ഞ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ പേരുകൾ ഇട്ടിട്ടും ദൈവം അവളെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കും. അവസാനം ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്, തൻ്റെ സ്നേഹത്തിന്, കാരുണ്യത്തിന് അവളുടെ പാപത്തെ അതിജീവിക്കാൻ കരുത്തുണ്ട് എന്ന് ദൈവത്തിന് ബോധ്യമുണ്ട്.
ദൈവം എന്തുകൊണ്ട് ഇത്രമേൽ കരുണ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു നിസ്സഹായതയല്ല ദൈവത്തിൻ്റെ കരുണ. അത് വളരെ ശക്തമാണ്. മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ, അവനെ വീണ്ടെടുക്കാൻ ആ കാരുണ്യത്തിന് കരുത്തുണ്ട് എന്ന് ദൈവത്തിനറിയാം. ആ ധൂർത്തപുത്രൻ്റെ അപ്പൻ എന്തുകൊണ്ട് അന്വേഷിച്ചു പോയില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: തൻ്റെ മകനോട് താൻ കാണിക്കുന്ന സ്നേഹത്തിന്, കരുത്തിന് അവനെ പന്നിക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരാൻ കഴിവുണ്ട് എന്ന ആ പിതാവിന് അത്രമേൽ ആത്മവിശ്വാസം. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മേഖല അവൻ്റെ പാപാവസ്ഥയിലാണ്. ആ പാപാവസ്ഥയിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ദൈവിക കരുണയാൽ നിറയുന്നു. അപ്പോൾ അവന് മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവൻ എത്തിച്ചേരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ ഈ പാപമോചനമാണ് ഏറ്റവും കരുണ ആവശ്യമുള്ള മേഖല. ആ കരുണ കിട്ടിയില്ലെങ്കിൽ ആത്മാവ് നശിച്ച് നരകത്തിൽ പോകുമെന്ന് സത്യത്തിൽ എന്തുമാത്രം മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു വലിയ സങ്കടകരമായ വസ്തുതയാണ്. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ കഴിയൂ. യഹൂദർ അത് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ നിന്ന് മാത്രം മനുഷ്യന് കിട്ടാവുന്ന ഒരേ ഒരു കാര്യം അത് അവൻ ചെയ്ത പാപത്തിൻ്റെ മോചനം. ബാക്കി പല സാധനങ്ങളും പലയിടത്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയെന്നിരിക്കാം, അല്ലെ മറ്റുള്ളവരുടെ പുണ്യത്തിൻ്റെ ബലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒക്കെ പലതും. പക്ഷേ പാപമോചനം അത് ദൈവത്തിൻ്റെ കരുണയിലൂടെ മാത്രം മനുഷ്യന് സംലഭ്യമാകുന്ന ഒരു സത്യമാകുമ്പോൾ പാപമോചനമല്ലേ ദൈവത്തിൻ്റെ കരുണയുടെ ആദ്യ ഫലം എന്ന് നമ്മൾ തിരിച്ചറിയും. തകച്ചായ ഒത്തിരി ശുശ്രൂഷകളൊക്കെ നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം, ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ, ലോകത്തിൽ ശുശ്രൂഷയൊക്കെ പോകുമ്പോൾ അനുഭവത്തിൽ ഈ പാപത്തെപ്പറ്റി ശരിക്കുള്ള ഒരു കൺസേൺ, പാപമോചനം കിട്ടണമെന്നുള്ള ഉത്കടമായ ഒരു ആഗ്രഹം, അതിൻ്റെ ഇവരുള്ള പരിശ്രമം മനുഷ്യൻ എന്തുമാത്രം നടത്തുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഭൂമിയിൽ ഒരിക്കലും മനുഷ്യന് ശാശ്വതമായൊരു വാസസ്ഥലമില്ല. ഏറിയാൽ 100 വയസ്സ്, അതിനപ്പുറത്തേക്കില്ല. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണെന്ന ബോധ്യത്തിലേക്ക് വരാത്ത ഒരുവനെയും നമുക്ക് പാപബോധത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. രണ്ടാമതൊരു കാര്യമുള്ളത്, ദൈവത്തിൻ്റെ കരുണ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്ന് അവൻ തിരിച്ചറിയുന്നത്. നമുക്കറിയാം, ഇന്ന് എല്ലാ മനുഷ്യരും ഒന്നെങ്കിൽ ആവശ്യങ്ങളുടെ പിടിയിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ തകർച്ചയുടെ പിടിയിൽപ്പെട്ടവരാണ്. സാമ്പത്തിക തകർച്ചയാകാം, ബന്ധങ്ങളിൽ വന്ന വീഴ്ച, എല്ലാം ആകാം. എല്ലാറ്റിൻ്റെയും പിന്നിൽ അവൻ്റെ ലക്ഷ്യം മുഴുവനും ഈ പ്രശ്നമാണ് കാരണമെന്നാണ്. അതല്ല യഥാർത്ഥത്തിൽ കാരണം, പാപമാണ് യഥാർത്ഥ കാരണം. പാപബോധമില്ലാത്ത ഒരുവന്, ഹൃദയത്തെക്കുറിച്ചോ ആത്മചിന്തയില്ലാത്ത ഒരുവൻ്റെ ഹൃദയത്തിൽ വചനം എഴുതുന്നത് കാണാനൊക്കില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം അതാ. ചോദിക്കുന്നത്, ഇത്രയും കാലത്തെ ഈ ശുശ്രൂഷ ജീവിതത്തിനുള്ളിൽ ഈ യഥാർത്ഥത്തിൽ ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിന് മുൻഗണന കൊടുക്കണമെന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ തക്കവിധം. അതായത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക എന്ന് പറയുന്നത് പാപവിമോചനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ യേശുവിനെ സ്വയം സ്വീകരിച്ച് അവൻ്റെ ജീവിതത്തോട് തൻ്റെ ജീവിതത്തെ ഉൾച്ചേർക്കുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. ധ്യാന കേന്ദ്രങ്ങളിലെ സിസ്റ്ററിൻ്റെ അനുഭവം എന്താണ്? ഈ ആളുകൾ ചിലപ്പം പറയാറുണ്ട്, ഓരോ ഭൗതികമായ ലക്ഷ്യങ്ങൾ നേടിയിട്ടാണ് ധ്യാനത്തിന് വരുന്നതെന്നൊക്കെ പറയും. കുറേയൊക്കെ ശരിയായിരിക്കും. എന്നാലും ആത്യന്തികമായിട്ട് ധ്യാനത്തിന് വന്നു കഴിയുമ്പോഴെങ്കിലും ഈ പാപമോചനമാണ് ഏറ്റവും വലുത് എന്നൊരു ധാരണയൊക്കെ ആളുകൾ വരുന്നില്ലേ? അഥവാ അവർ പാപമോചനം നേടി ദൈവകൃപയിലേക്ക് വരുന്നില്ല. സിസ്റ്ററിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്? എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ കുറേ അധികം ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി നേട്ടങ്ങൾ വരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സമാധാനം ഇല്ലാത്ത ഒരുപാട് പേര് വരുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സഹോദരി ഞാൻ ഓർക്കുന്നു, എബോഷൻ പല പ്രാവശ്യം ചെയ്തിട്ടും അതിനെ ഒന്ന് കുമ്പസാരിക്കാനൊന്നും അങ്ങനെ വളരെ ലാഘവത്തോടെ എടുത്തിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു. പക്ഷേ തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് ഏറ്റു പറയണമെന്നും ഇത് വലിയ തെറ്റാണെന്നും മനസ്സിലായി. അത് ഏറ്റു പറഞ്ഞു. അതിന് ശേഷം അനുഭവിച്ച വലിയൊരു ആന്തരിക സമാധാനവും വലിയൊരു സന്തോഷമൊക്കെ ഞാൻ ഓർക്കുന്നു. അതുപോലെ പല
രീതിയിൽ തഴക്കദോഷങ്ങളുള്ളവർ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്ന് വിട്ട് കളയണമെന്ന്. എന്ത് ചെയ്താൽ വിട്ടു പോകുകയില്ല. ചിലപ്പം പുകവലിക്കുന്ന ശീലമാവും, ജടിക പാപങ്ങളാവും, ചിലപ്പോൾ ചില ഫോൺ കോൾസ് ആവും, ചിലപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണതാവും. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, അത് വിട്ട് കളയണമെന്ന്, പക്ഷേ വിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ അങ്ങ് അടിമത്തത്തിലേക്കൊക്കെ പോയിട്ടുള്ള സഹോദരങ്ങൾ പാപമോചനം നേടിക്കഴിയുമ്പം തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് ഏറ്റു പറഞ്ഞു കഴിയുമ്പം അവരനുഭവിക്കുന്ന ഒരു ആന്തരിക സന്തോഷവും ഒരു സമാധാനവും യഥാർത്ഥ വിടുതൽ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഇല്ല. നമ്മൾ അച്ഛനോട് ചോദിക്കട്ടെ, അതായത് നമ്മളുടെ വിശ്വാസികളുടെ ഇടയിൽ രണ്ടു തരം ചിന്താഗതികളുണ്ട്. കുറേ പേര് കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടും എന്ന് വിശ്വസിക്കുന്നു. വേറെ കുറേ പേര് കുമ്പസാരമൊന്നും ആവശ്യമില്ല, ദൈവത്തോട് തനിച്ച് പ്രാർത്ഥിച്ചാൽ പാപമോചനം കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞു നടക്കുന്നവരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ പാപമോചനത്തിന് പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ ആവശ്യമല്ലേ? തീർച്ചയായും പാപത്തിൻ്റെ ഏറ്റുപറച്ചിലൂടെയാണ് പാപമോചനം എന്നത് ദൈവപുത്രൻ നിശ്ചയിച്ച വഴിയാണ്. ദൈവമാണല്ലോ പാപമോചനം കൊടുക്കുന്നത്. പാപമോചനം കൊടുക്കുന്ന ദൈവപുത്രൻ കണ്ടെത്തിയ വഴി അത് പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിലൂടെ പാപമോചനം എന്നാണ്. അതിനേക്കാളും ബുദ്ധിപൂർവമായി പാപം മോചിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈശോ മിശിഹ തന്നെ അത് പഠിപ്പിച്ചു തരുമായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട, നീ വേറൊരാളുടെ അടുത്ത് പോകണ്ട, നിനക്ക് നേരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. പക്ഷെ പലപ്പോഴും ഈ പറയുന്നവരോട്, മനുഷ്യൻ ഒരു ഫിനോമിനോളജിക്കൽ ബീയിങ്ങാണ് എന്ന് പറഞ്ഞാൽ അവൻ മറ്റൊരാളുടെ ഗൈഡൻസ് ഇല്ലാതെ വരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അവൻ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവൻ മാറ്റി വരച്ചുകൊണ്ടേയിരിക്കും. ചെറിയ മോഷണമൊന്നും കുഴപ്പമില്ല, ഇച്ചിരി വ്യഭിചാരം ചെയ്താലും പ്രശ്നമില്ല, ദൈവം അതൊക്കെ മനസ്സിലാക്കുന്നയാളാണ്. ദൈവത്തോട് നേരിട്ട് പറയുന്നു. ഇപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടർ, അദ്ദേഹം 40-42 കൊല്ലമായി കുമ്പസാരിക്കാത്തൊരു ഡോക്ടറാണ്. ഈ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ കുമ്പസാരത്തിൻ്റെ ഫലത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യം, എന്നാൽ എനിക്ക് ദൈവത്തോട് ബന്ധമുണ്ട്, ഞാൻ പാപം ചെയ്ത് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടർ ഒന്ന് ആത്മാർത്ഥമായി പറയാമോ, എത്ര തവണ ദൈവത്തോട് ഇങ്ങനെ പാപം നേരിട്ട് ഏറ്റു പറഞ്ഞ് ഡോക്ടർക്ക് പാപമോചന അനുഭവം കിട്ടി സമാധാനമായിട്ട് ജീവിച്ച എത്ര ദിവസങ്ങളുണ്ട്? അതേ ആലോചിച്ചിട്ട് പറഞ്ഞു, ഉള്ള സത്യം പറഞ്ഞ് ഞാൻ ഇതുവരെ അങ്ങനെ ഏറ്റു പറഞ്ഞിട്ടൊന്നുമില്ല, മറിച്ച് എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഡോക്ടർ ഒന്ന് പരിശ്രമിച്ചു നോക്ക്, ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടല്ലോ, നൗ യു ട്രൈ, ഇപ്പോൾ ഒന്ന് പരിശ്രമിച്ചു നോക്ക്, ഈ രാത്രിയിൽ ഒന്ന് പരിശ്രമിച്ചേച്ച് നമുക്ക് നാളെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പിറ്റേ ദിവസം ആ മനുഷ്യൻ സംസാരിച്ചില്ല. അദ്ദേഹം വന്നപാടെ പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛൻ. അതായത് എനിക്ക് പറയാനുള്ളത്, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നവരൊന്ന് പറഞ്ഞു നോക്ക്. അന്നേരം ദൈവം തന്നെ പറയും, മകനെ അതല്ല എൻ്റെ വഴി, ഈ വഴി ഇതാണ്. ദൈവത്തോട് ഇതുവരെയും പറയാത്തവരുടെ അവകാശവാദമാണ് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞോളാം. അച്ഛനോടൊരു കാര്യം കൂടെ, കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് പാപത്തിന് 2 തരം ശിക്ഷയുണ്ട്. ഒന്ന് പാപത്തിൻ്റെ നിത്യശിക്ഷ, 2 പാപത്തിൻ്റെ കാലികമായ ശിക്ഷ. നല്ല കുമ്പസാരം നടത്തുമ്പോൾ പാപത്തിൻ്റെ നിത്യശിക്ഷയെ ഒഴിവാകുന്നു, കാലിക ശിക്ഷ പിന്നെയും കിടക്കുന്നു. അതിന് ഒന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനമുണ്ടാവും, അല്ലെങ്കിൽ ലോകത്തിൽ മറ്റേതെങ്കിലും സഹനങ്ങൾ സഹിച്ചത് തീർക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ കാര്യം പല ആളുകൾക്കും വേണ്ടത്ര അറിവുണ്ടോ വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് വിമോചനം നൽകാൻ സഭയിലൊരു സംവിധാനമുണ്ട്. അതാണ് ദണ്ഡവിമോചനങ്ങൾ. അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങളും ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. മൂന്നാമത്, കരുണയുടെ വിശുദ്ധ വർഷത്തിൽ ഇത്തരം പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ മോചനം നേടാനായിട്ട് പ്രത്യേക അവസരങ്ങൾ സഭയിൽ ഒരുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ഒന്ന് ബോധ്യം വരത്തക്ക വിധത്തിൽ അച്ഛനൊന്ന് ചുരുക്കമായിട്ട് വിശദീകരിക്കാമോ? പാപം ചെയ്ത് കഴിയുമ്പോൾ അതിന് നിത്യശിക്ഷ, കാലിക ശിക്ഷ ഉണ്ട് എന്നുള്ളത് സഭയുടെ എക്കാലത്തെയും പ്രബോധനമാണ്. നിത്യശിക്ഷ എന്ന് പറയുമ്പോൾ നിത്യനാശത്തിൽ പോവുക, നരകത്തിൽ പോകുന്ന ശിക്ഷ. കാലിക ശിക്ഷ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വ്യക്തമാകും. ഒരാൾ മറ്റൊരാളെ കൊന്നു, കൊലപാതകം എന്ന വലിയ തിന്മ ചെയ്തു. നമുക്കറിയാം ആ തെറ്റിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് നിത്യനാശമാണ്, നരകമാണ്. അതേസമയം താൻ ചെയ്തു പോയ ആ പ്രവൃത്തിയെ ഓർത്ത് അനുതപിച്ച് ആ വ്യക്തി
കുമ്പസാരത്തിൽ ആ പാപം ഏറ്റുപറയുമ്പോൾ ദൈവം ആ വ്യക്തിയോട് പാപം ക്ഷമിച്ചു. അതുവഴി ആ വ്യക്തി നിത്യനാശത്തിൽ നിന്ന് അഥവാ നിത്യശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതേസമയം ആ കൊലപാതകം നടത്തിയ വ്യക്തിക്ക് ഈ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്, അയാളുടെ പ്രവൃത്തി മൂലം അനാഥമായി തീർന്ന ഒരു കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ട്, ആ വ്യക്തി ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് നിത്യശിക്ഷ ഒഴിവായി ഞാൻ കുമ്പസാരിച്ച് പാപമോചനം കിട്ടി, അതുകൊണ്ട് ഇനി പോലീസ് ചോദിച്ചാൽ നീ കൊലപാതകം നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റിയല്ലോ. കാരണം എന്താണ്? ആ കാലിക ശിക്ഷ അവിടെ ശേഷിക്കുന്നു. ആ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമുണ്ട്, ആ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം എനിക്ക് ശേഷിക്കുന്നു. അതാണ് കാലിക ശിക്ഷ എന്ന് പറയുന്നത്. കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ഉത്തരവാദിത്വമാണ്. എൻ്റെ പാപം മൂലം ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങൾക്ക് ഞാനെന്ന വ്യക്തി ചെയ്യേണ്ട പരിഹാരം, അതാണ് വാസ്തവത്തിൽ കാലിക ശിക്ഷ എന്ന് പറയും. ഇനി എനിക്കങ്ങനെ പരിഹാരം ചെയ്യാൻ മേലാത്ത ചില വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നിസ്സഹായതയാണത്. ഇപ്പം അവൻ ഒരു ആളുടെ ജീവൻ എടുത്തു, അത് പരിഹരിക്കാൻ അവനെ കൊണ്ട് പറ്റിയാൽ, ജീവൻ തിരിച്ചു കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റിയാൽ, ഒരു സ്ത്രീ ഏതെങ്കിലും സാഹചര്യത്തിൽ ഗർഭഛിദ്രം എന്ന തിന്മ ചെയ്തു, ആ കൊച്ചിനെ ജീവൻ കൊടുക്കാൻ വീണ്ടും പറ്റിയല്ല. അത്തരം സന്ദർഭങ്ങളിൽ അതിന് ദൈവം തിരുസഭയാകുന്ന അമ്മയിലൂടെ നമുക്ക് കരുണയോടെ തരുന്ന പരിഹാര മാർഗങ്ങളാണ് ദണ്ഡവിമോചനങ്ങൾ. ഒരുവൻ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവൻ അത് വ്യക്തിപരമായി ചെയ്യണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരാളുടെ 10,000 രൂപ മോഷ്ടിച്ചുകൊണ്ട് വന്നു, അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, എനിക്കത് തിരിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ കുമ്പസാരിച്ച് മോഷണം എന്ന കുറ്റം ഏറ്റുപറഞ്ഞു, അതിൻ്റെ നിത്യശിക്ഷ ഒഴിവായി എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിക്കും, ഓ ഇതിൻ്റെ കാലിക ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുരിശിൻ്റെ വഴി ചെയ്താൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നു. 10,000 രൂപ ലാഭം ഒരു കുരിശിൻ്റെ വഴിക്ക് അരമണിക്കൂർ ചിലവഴിച്ചേക്കാം, പ്രശ്നം തീരുകയല്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാര കർമ്മങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ആണ് തിരുസഭയിലൂടെ ദണ്ഡവിമോചനങ്ങളുടെ വരപ്രസാദം ദൈവം തരുന്നു. എന്ന് പറഞ്ഞാൽ ആ പുണ്യം നമ്മുടേതല്ല, മറിച്ച് ഈശോ മിശിഹാ കുരിശിലെ ബലിയിലൂടെ നേടിയതും ഈശോയിൽ വിശ്വസിച്ച വിശുദ്ധാത്മാക്കൾ സഭയിൽ ജീവിച്ച് സമ്പാദിച്ചതുമായ സഭയുടെ പുണ്യഭണ്ഡാകാരമാണ്. അതിൽ നിന്ന് തിരുസഭ നമുക്ക് തരുന്ന ഓഹരിയാണ് വാസ്തവത്തിൽ ഈ ദണ്ഡവിമോചനം എന്ന് പറയും. ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ സഭ പറയുന്ന നിർദ്ദേശങ്ങൾ ചെയ്യും. ഏതെങ്കിലും ഒരു കാര്യത്തിന് ദണ്ഡവിമോചനമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യണം. പ്രവൃത്തി ചെയ്യുന്നതിനൊരുക്കമായി കുമ്പസാരിച്ച് വരപ്രസാദാവസ്ഥയിലായിരിക്കും. കുമ്പസാരിക്കാതെ ദണ്ഡവിമോചനം പ്രാപിക്കാൻ പറ്റിയല്ല. കാരണം അതിൻ്റെ നിത്യശിക്ഷ ഒഴിവായി കഴിഞ്ഞെങ്കിലേ കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലിന് പ്രസക്തിയുള്ളൂ. കാലിക ശിക്ഷ മാറി നിത്യശിക്ഷ അവിടെ കിടപ്പുണ്ട് എങ്കിൽ പിന്നെ അവൻ എന്ത് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്? കാലിക ശിക്ഷ മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നിത്യശിക്ഷ ഒഴിവാകുന്ന കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കണം. വരപ്രസാദാവസ്ഥയിലായിരിക്കണം ആ വ്യക്തി. അതുപോലെ ഈ പറഞ്ഞ കർമ്മം പറഞ്ഞ രീതിയിൽ ചെയ്യണം. മൂന്നാമതായിട്ട് ഇത് സഭയുടെ കൃപയാണ്, സഭയിലൂടെ ദൈവം തരുന്ന കൃപയാണ് എന്ന ബോധ്യം കിട്ടാൻ വേണ്ടി തിരുസഭയുടെ മേലധികാരിയായ മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പ ഓരോ മാസവും ഇന്ന നിയോഗങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശിക്കും. ആ നിയോഗങ്ങൾക്ക് വേണ്ടി, ആ നിയോഗം കൃത്യമായി ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ലായിരിക്കാം, എങ്കിലും മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്നാണ് സഭയുടെ വിശ്വാസം. ഈ പൂർണ്ണ ദണ്ഡവിമോചനം, അപൂർണ ദണ്ഡവിമോചനം എന്നൊക്കെ ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ. പൂർണ്ണ ദണ്ഡവിമോചനം, ഭാഗികമായ ദണ്ഡവിമോചനം എന്നുള്ള വ്യത്യാസങ്ങളുണ്ട്. പഴയകാലത്തെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പ്രത്യേകം അച്ചടിക്കുമായിരുന്നു. പൂതാവി പൂർണ്ണ ദണ്ഡവിമോചനം, 300 ദീദാവി 300 ദിവസത്തെ ദണ്ഡവിമോചനം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതായത് ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്ന കാലിക ശിക്ഷയിൽ നിന്ന്
പൂർണ്ണമായ വിടുതൽ തരുന്നെങ്കിൽ അതിനെ പൂർണ്ണ ദണ്ഡവിമോചനമെന്നും, ആ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് ഭാഗികമായ വിടുതലേ ഉള്ളൂ. തൽക്കാലത്തെ അല്ലെങ്കിൽ അതിന് കുറച്ച് ഭാഗമേ വിടുതൽ കിട്ടിയുള്ളൂ. വീണ്ടും മറ്റ് പുണ്യപ്രവൃത്തികൾ ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ഭാഗിക ദണ്ഡവിമോചനം. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല, അല്ല എനിക്ക് തോന്നിയത് ചെയ്യുമ്പോഴല്ല, സഭ കൃത്യമായി നിർദ്ദേശിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി 14 സ്വർഗസ്ഥനായ പിതാവ്, 14 നന്മ നിറഞ്ഞ പറയും, 14 ത്രിത്വസ്തുതിയും ചൊല്ലി ഈ 14 സ്ഥലങ്ങളിലെ ഈശോയുടെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കുക. ഒരുപക്ഷെ ആ പ്രാർത്ഥന അതേപടി നമുക്ക് ചെല്ലാൻ അറിയണമെന്നില്ല, അല്ല നമ്മുടെ പുസ്തകം ഇല്ലായിരിക്കാം. പുസ്തകം ഇല്ലെങ്കിലും യാത്രയ്ക്കിടയിൽ നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാം. ആ 14 അനുഭവങ്ങൾ, ഈശോ കടന്നുപോയ അനുഭവങ്ങളെ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ച് കാഴ്ചവെക്കും. അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ കയറി ഈശോയെ ആത്മനാ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണദണ്ഡ വിമോചനം. ബൈബിൾ അരമണിക്കൂർ സമയം വായിച്ചാൽ പൂർണ്ണദണ്ഡവിമോചന സഭ നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പമാർ പലരും പറഞ്ഞ ഒരു ദണ്ഡവിമോചനമാണ് ഒരു ജപമാല, 53 മണി ജപമാല ചൊല്ലി കാഴ്ചവെക്കുന്നവർക്ക് പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കുന്നു. ഇതൊക്കെ വിശ്വാസികൾക്ക് ഏത് കാലഘട്ടത്തിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാപിക്കാവുന്ന ദണ്ഡവിമോചനങ്ങൾ. കരുണയുടെ വർഷത്തിൽ വന്നപ്പോൾ മാർപ്പാപ്പ ഇവയെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. അത് കൂടാതെ ചില കാര്യങ്ങളോട് മാർപ്പാപ്പ ദണ്ഡവിമോചനത്തിൻ്റെ വഴിയായി പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരുണയുടെ വാതിലിലൂടെ ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. കരുണയുടെ വാതിൽ എന്ന് പറയുമ്പോൾ വാതിൽ ഈശോ മിശിഹായാണ്. യോഹന്നാന്റെ സുവിശേഷം 10:7 പറയുന്ന ഈശോയാണ് വാതിൽ. ആ വാതിലിലൂടെ നമ്മൾ പ്രവേശിച്ചത് എങ്ങോട്ടാണ്? സഭയിലേക്കാണ് പ്രവേശിച്ചത്. ദേവാലയം സഭയുടെ പ്രതീകം. അപ്പോൾ ക്രിസ്തു സഭ എന്ന ആ സത്യത്തോട് ഐക്യപ്പെടുത്തുന്ന ഒരു പ്രതീകാത്മക പ്രവൃത്തിയാണ് കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുക. ഈ ദേവാലയത്തിൽ വിസീത്ത് നടത്തുമ്പോൾ ദണ്ഡവിമോചനം നൽകിയിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന കാണുമ്പോൾ കുർബാന സ്വീകരണത്തിന് വീണ്ടും ദണ്ഡവിമോചനങ്ങൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കരുണയുടെ വർഷത്തിൽ പ്രത്യേകമായിട്ട് മാർപ്പാപ്പ ദൈവകരുണ അനുഭവിക്കാൻ നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ദണ്ഡവിമോചനങ്ങളിലൂടെ മാത്രം പരിഹരിക്കാവുന്ന കുറേ മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസമനുസരിച്ച് സത്യമായും നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് അതിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ഒരുപക്ഷെ ഒരു പാപത്തിൻ്റെ കാലിക ശിക്ഷയ്ക്ക് 1000 കൊല്ലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നെങ്കിൽ, ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്തൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ദിവസത്തിൻ്റെ വേദന മുൻകൂട്ടി അറിയാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ സഭ തരുന്ന മുഴുവൻ ദണ്ഡവിമോചനവും പ്രാപിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ ഈ നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്ഷയവും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവും ഒക്കെയാണ് ആത്യന്തികമായി നമ്മളെ കൊണ്ട് ഇപ്രകാരം ഈ ദണ്ഡവിമോചനങ്ങളെയൊക്കെ അവഗണിക്കുന്ന മനോഭാവത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൊമിനിക് സാർ, സാമൂഹ്യ സേവനം ചെയ്യുന്ന ധാരാളം മനുഷ്യരുണ്ട്. നിരീശ്വരന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. ഇവരെല്ലാം ചെയ്യുന്ന നന്മ തന്നെയാണ്. ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ നന്മ കിട്ടുകയും ചെയ്യും. പക്ഷേ അവർ പലരും അതിൻ്റെ ഒരു ആത്മീയ ദർശനമൊന്നും അവർക്കില്ല. എന്നാൽ വിശ്വാസികൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഇത്തരത്തിലുള്ള പരോപകാര പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനൊരു ആത്മീയ തലമുണ്ട്. അതിലൂടെ ഒരു പക്ഷേ പാപമോചനവും ദണ്ഡവിമോചനവുമൊക്കെ ലഭിക്കും. സാറിൻ്റെ അനുഭവത്തിൽ എന്ത് തോന്നുന്നു? എൻ്റെ 18 കൊല്ലം അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളൊരു ആത്മീയ ശുശ്രൂഷ നടത്തുമ്പോൾ വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, നല്ല മഴയുള്ള ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കുട ചൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് കൂടി സഹകരിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞു,
ഡൊമിനിക്ക് ആ വഴി പോവുകയാണെങ്കിൽ എന്നെ ഒന്ന് അവിടെ ഇറക്കിയേര് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് വളരെ അർജൻറ്റായിട്ട് പോകണം, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി. ഏകദേശം ഒരു 50 മീറ്റർ, വെറും ഒരു 50 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഹൃദയത്തിൽ ഒരു ശബ്ദമുണ്ടായി. 1 മൈൽ നടക്കാൻ പറഞ്ഞവനോടുകൂടി, ആവശ്യപ്പെടുന്നവനോടുകൂടി നീ 2 മൈൽ നടക്കേണ്ടേ എന്നുള്ളൊരു ചിന്ത ഈശോ വെളിപ്പെടുത്തി തന്നു. തിരിച്ച് ഞാൻ വന്നിട്ട് ആ സഹോദരനെ കൂട്ടി ആ സഹോദരൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാക്കി. അത് എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ആഴ്ചയിൽ എത്ര കുംസാരം വേണമെങ്കിലും ഒരു ശുശ്രൂഷകൻ നടത്തണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് ചിന്തിച്ചാൽ പോലും അതൊരു പാപമാണ് എന്ന് ഞാൻ കരുതുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ 2-3 കുംസാരം ഇപ്പോഴും ഞാൻ നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു കുദാശകളിലൂടെയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഇതൊരു യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ ലോകത്തിൽ പാപമുണ്ട്, പാപമോചനം നമുക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആത്മനാശം സംഭവിച്ച് നമ്മുടെ നരകത്തിൽ പോകും. ദൈവം അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണം. പാപം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ അനുതപിച്ച് പാപം ഏറ്റുപറയണം. അതിലൂടെ നിത്യശിക്ഷ ഒഴിവാകും. നിത്യശിക്ഷ ഒഴിവായാലും പാപത്തിൻ്റെ കാലികമായ ശിക്ഷ അവശേഷിക്കും. അതിന് നമ്മൾ പരിഹാരം ചെയ്യണം. അതിന് സഭ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയ അവസരമാണ് ദണ്ഡവിമോചനങ്ങൾ. പ്രത്യേകിച്ച് കരുണയുടെ ഈ വർഷത്തിൽ അത്തരം ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനുള്ള പ്രത്യേക അവസരങ്ങൾ സഭ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇക്കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തിൻ്റെ ചർച്ച തുടരും. ഇപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവായ യേശു കുരിശിൽ ചിന്തി, രക്തം ചിന്തി, പാടവിട്ട് മരിച്ചത് നമ്മളെല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് നമ്മളെ തന്നെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, അവിടുന്ന് പീഡ സഹിച്ച് മരിച്ച് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ കഴുകണമേ. അവിടുത്തെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ എല്ലാ പാപ കടങ്ങളും ഞങ്ങളെ മോചിപ്പിക്കണമേ. സഭ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കരുണയുടെ ഈ വർഷത്തിൽ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് മോചനം നേടുവാനുള്ള വലിയൊരു പ്രചോദനം ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.